നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വെളിച്ചം പകരാൻ തുടങ്ങുമ്പോൾ ആ വെളിച്ചം നിങ്ങൾക്കും ജീവിതപാതയിൽ തുണയാകും. നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള ശ്രമം നിർത്തുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വയം ശാന്തമായിരിക്കുക എന്നതാണ്. കൊടുങ്കാറ്റ് അതിന്റെ സമയമാകുമ്പോൾ കടന്നു പോകും. കഴിയുമെങ്കിൽ ഒരു പുഞ്ചിരി നൽകുക. സ്നേഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ഇരുളിൽ അകപ്പെട്ടവർക്ക് നിങ്ങൾക്ക് കഴിയും വിധം വെളിച്ചം നൽകുക. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തു നിൽക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരില്ല. ഒരു വടിയൂന്നി നിങ്ങൾ അതിനു പിന്നാലെ പോകുക തന്നെ വേണം. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെ ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ചുറ്റും നടന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാം സ്വയമേ ആരംഭിക്കുക. എത്ര മോശം ജലത്തിലും താമര വിരിയുന്നു. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. മൂല്യങ്ങൾ ഉള്ളയാളാകുമ്പോൾ എവിടെ പോയാലും മാലിന്യമാവുകയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ പോലെയാണ് വികാരങ്ങളും. അവ നിങ്ങളിലേക്ക് വരികയും പോവുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉള്ളതാകരുത് നമ്മുടെ ജീവിതം. നിങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതേ രീതിയിൽ മടക്കി നൽകാത്തവരോട് ബന്ധം സ്ഥാപിക്കരുത്. അത് സ്നേഹബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സമയവും ഊർജവും നൽകുക. ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തികളെ ഒരിക്കലും മറക്കരുത്. ക്ഷമിക്കുകയും അരുത്. അവരോട് വൈരാഗ്യമോ പകയോ മനസ്സിൽ വയ്ക്കാനോ പാടില്ല. ചിന്തകളുടെ ശക്തി തിരിച്ചറിയാതെ പോകരുത്. ഓരോ ദിവസവും നാം എന്താണോ ചിന്തിക്കുന്നത് കാലക്രമേണ നാം അതായി മാറുന്നു. ഒരു സ്ത്രീ നിങ്ങളെ ഒഴിവാക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾ അവൾക്ക് തുല്യരല്ല എന്ന് തോന്നലാണ്. വിഡ്ഢികളോട് വാദപ്രതിവാദം നടത്തുന്നത് നിങ്ങളുടെ കവിളിലെ കൊതുകിനെ അടിക്കുന്നതിന് തുല്യമാണ്. അത് ചാകുമോ ഇല്ലയോ എന്ന സംശയമാണ്. എന്നാൽ നിങ്ങൾക്ക് വേദനിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ ഓർമ്മിക്കുക. കഴിഞ്ഞുപോയ പ്രശ്നങ്ങളെല്ലാം മറക്കുക. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കുക. ചിലരുടെ അസാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാകും. അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും സംശയിക്കപ്പെടാനും അവഗണിക്കാനും മാത്രമുള്ളതാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്നത് പ്രശ്നങ്ങളുടെ സങ്കീർണത കൊണ്ടല്ല, അവ കൈകാര്യം ചെയ്യുന്നവരുടെ അയോഗ്യത കൊണ്ടാണ്. പ്രായത്തിനനുസരിച്ച് പ്രകടിപ്പിക്കാത്ത പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നമ്മുടെ വിധികർത്താക്കളാകും. നമുക്ക് എന്തില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ എന്തു പറയുമെന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. ഒരാൾ ജീവിതത്തിൽ സമ്പന്നനാകുന്നത് അയാളുടെ കൈവശം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, പകരം കയ്യിൽ ഒന്നുമില്ലാതെ തന്നെ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാവരോടും ശരിയായി നിൽക്കുക. പലരോടും സൗഹാർദ്ദപരമായി പെരുമാറുക. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് മാത്രം അടുപ്പം പുലർത്തുക. ചുരുക്കം ചിലരോട് സുഹൃത്തായിരിക്കുക. വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാലത്തെ പഴിചാരാതെ നന്മകൾ മാത്രം ചെയ്യുക. നമ്മളെ സഹായിച്ചവരോട് നന്ദിയുള്ളവരാവുക. സഹായം നൽകിയവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണമെങ്കിൽ വേദനിക്കണം, ദുഃഖിക്കണം, നഷ്ടങ്ങൾ ഉണ്ടാകണം. കാരണം വിജയം അറിയാൻ പരാജയപ്പെടണം, നേട്ടത്തിനായി നഷ്ടപ്പെടണം. ജീവിത മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം. ചിന്തകളും പ്രവൃത്തികളും മഹത്തരമെങ്കിൽ സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും നാം എന്നും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കും. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവന് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ നന്നായി സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല.
ജീവിതം എല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല. മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും. ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ സന്തോഷിക്കുന്ന വഴിയിൽ ഒരു തടസ്സമാവാതെ മാറി നിൽക്കാനെങ്കിലും ശ്രമിക്കുക. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന 2 സ്വഭാവങ്ങളുണ്ട്. ഏതു കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുകയും അതിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നതും പിന്നെ ഒരു സംഭാഷണത്തിന് തുടക്കം നൽകാൻ ആർജവം കാണിക്കുന്നതുമാണ്. വലിയ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം പലപ്പോഴും തോൽവിയിൽ അവസാനിച്ചേക്കാം. അത്തരം അവസ്ഥകളിൽ ആ അനുഭവ പാഠങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് അതിജീവിക്കുവാനുള്ള പരിശീലനം നാം നേടിയെടുക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും. ഈ ലോകത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അഭിപ്രായം മാത്രം പറയുന്നവരായി മാറരുത്. ഉദാഹരണമായി മാറുക. പ്രവർത്തിക്കാനും സ്വയം നവീകരിക്കാനുമുള്ള മനസ്സ് നേടിയെടുക്കുക. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മുടെ ധൈര്യം നമ്മുടെ മനസ്സിലാണ്. നമ്മേക്കാൾ നമ്മുടെ മനസ്സറിയാവുന്നവരായി വേറെ ആരുമില്ല. നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ളതാണ്. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തളരാതെ അതിൽ നിന്നും ശരിയായ വഴികൾ വികസിപ്പിച്ചെടുക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല, എന്നാൽ യാഥാർത്ഥ്യത്തിന് നിങ്ങളെ മാറ്റാനാകും. കർമ്മയാണ് എല്ലാത്തിലും വലുത്. അതൊരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്കതിന്റെ ഫലം ലഭിച്ചിരിക്കും. സ്വന്തം ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരോട് സാരോപദേശം നടത്തരുത്. സ്വയം മാറാത്തവന് മറ്റാരെയും മാറ്റിയെടുക്കാനാവില്ല. ജീവിതം ഇരുളടയുമ്പോൾ മാത്രമേ നാം വെളിച്ചത്തിനായി അന്വേഷണം തുടങ്ങുകയുള്ളൂ. എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കുന്നവന് ഏതൊരു സാഹചര്യത്തിലും ഭയപ്പെടേണ്ടി വരില്ല. വിശ്വാസം എന്നത് ഊതി വിയർപ്പിച്ച ബലൂണാണ്. ഏതു നിമിഷം വേണമെങ്കിലും പൊട്ടിത്തകരാം. പരസ്പരമുള്ള യാഥാർത്ഥ്യ ബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കേ വിജയിക്കാൻ കഴിയൂ. പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർക്ക് വിജയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും അവകാശമില്ല. എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതല്ല കാര്യം, എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. സ്വയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ ഇതുവരെ സ്വയം കണ്ടെത്തിയിട്ടില്ലാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടി വരും. സ്വയം ജീവിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായവരെ ആശ്രയിച്ച് അവസാനം ജീവിക്കാൻ മറന്നുപോകും. അഗാധമായ സ്നേഹം, അന്ധമായ വിശ്വാസം, അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാ ദുഃഖങ്ങളിലേക്കുള്ള പാതകളായി മാറും. ഒരു വ്യക്തി ഏറ്റവും ആദ്യമായി നമ്മളിൽ ശ്രദ്ധിക്കുന്നത് അവരുടെ പരിഗണനയ്ക്ക് അനുസരിച്ചായിരിക്കും. തെറ്റായ ദിശയിലേക്ക് പോകുന്ന ജനക്കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നേരായ പാതയിലൂടെ സഞ്ചരിക്കാൻ ശീലിക്കുക. അമിതമായി ആശങ്കപ്പെടുന്നത് വ്യർത്ഥമാണ്. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല. ഈ സമയവും കടന്നുപോകും. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ? ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ്. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല സംഭവിക്കുന്നതെങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ഈ ജീവിതം ധന്യമാകും. ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിരിക്കും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചതിൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചതിനാൽ സ്വയമേ കുറ്റപ്പെടുത്തുക.
നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരൊന്നും നിങ്ങൾക്കുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നിങ്ങളെ മാത്രം സ്നേഹിച്ചു വന്നവരാണ്. തിന്മകളിലൂടെ നടന്നു നീങ്ങുകയും മറ്റുള്ളവരോട് നന്മകളെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് തികഞ്ഞ കാപട്യമാണ്. നമുക്ക് സംഭവിച്ച ചില വീഴ്ചകൾ കണ്ണു കാണാത്തത് കൊണ്ടല്ല, മറിച്ച് ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. സ്വയം സ്നേഹിക്കുക, ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിന്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത സമയങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതം അതിലോലമായതാണ്. നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ. അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണയിക്കുന്നത്, മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ്. കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കണമെന്ന് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ്. സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും അവരുടെ ഭൂതകാലം പരസ്പരം ഒളിച്ചു വെക്കുന്നു. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി പരിശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. പുറം ലോകത്ത് ഉണ്ടാകുന്നതിനോളം ശക്തരായ ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അവയാണ് ദേഷ്യം, വൈരാഗ്യം, അസൂയ, വെറുപ്പ് തുടങ്ങിയവ. നിങ്ങളുടെ ജീവിതത്തിന്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രതീക്ഷമാകും. നിങ്ങൾക്ക് വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം. നിങ്ങൾക്ക് വളരെ ദൂരം പോകണമെങ്കിൽ കൂട്ടത്തിൽ നടക്കണം. സുഹൃത്തുക്കളാകാൻ ആഗ്രഹിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്, എന്നാൽ സൗഹൃദം പതുക്കെ പാകമാകുന്ന ഫലമാണ്. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്കും 3 വശങ്ങളുണ്ട്. 1 അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ, 2 നിങ്ങളുടെ കഥ, 3 യഥാർത്ഥ സത്യം. മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ കഠിനമാണെന്നോ മടിപ്പുളവാക്കുന്നതാണെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്നത്. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക, എന്നാൽ മനസ്സ് നന്നാകും. മനസ്സു നന്നായാൽ പ്രവൃത്തിയും അതിലൂടെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. പരസ്പരം കേൾക്കാൻ ക്ഷമയും സത്യവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത്. നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നടന്നകലുക. കാരണം ഒരു പരിചയവുമില്ലാത്ത വ്യക്തികൾക്ക് നേരെ എല്ലാ നായ്ക്കളും കുരയ്ക്കുന്നതാണ്. മറ്റാർക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാനാവില്ല. കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ടും ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിക്കും, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയ്ക്കും കഴിയും. നമ്മളല്ലാതെ മറ്റാരും നമ്മെ രക്ഷിക്കുന്നില്ല. ആർക്കും കഴിയില്ല. നാം തന്നെ പാതയിലൂടെ സഞ്ചരിക്കണം. ബുദ്ധിമതിയായ സ്ത്രീ തന്റെ കുടുംബം തകരാൻ കാരണമായേക്കാവുന്ന കാര്യങ്ങൾ തന്റെ പങ്കാളിയിൽ നിന്ന് ഒളിച്ചു വയ്ക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമാധാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. ഒരു പുഷ്പത്തിന്റെ അത്ഭുതം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും.